ഫ്രഞ്ച് റിവിയറയിലൂടെയുള്ള ഒരു വാക്കിംഗ് ടൂറാണിത്. ഇത് ഫ്രാൻസിൻ്റെ സൗത്ത് ഈസ്റ്റിലുള്ള നീസ് എന്ന ആ പട്ടണത്തിലൂടെയുള്ള ഒരു വാക്കിംഗ് ടൂറാണ്. ഇപ്പോൾ നമ്മൾ ഈ നടന്ന് ചെല്ലുന്നത് നീസിലെ പ്രൊമനേഡ് ഏരിയയിലേക്കാണ്. ശരിക്കും അത് മെഡിറ്ററേനിയൻ സീയുടെ സൈഡിലാണ്. അപ്പോൾ ദാ ഈ കാണുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. ഇത് ഫ്രഞ്ച് റിവിയറ എന്ന് പറയുന്നത് ആൻറ്റിബീസ്, കാൻസ്, പിന്നെ നീസ്, മൊണാക്കോ, മെൻറ്റോൺ, ഇങ്ങനെ കുറേ ഏരിയയിലായിട്ട് ഇറ്റലിയുടെ അവിടേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയാണ്. ശരിക്കും നമ്മൾ പാരീസുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് സൗത്ത് ഈസ്റ്റ് ഏരിയ ഫ്രാൻസിൻ്റെതാണ്. ശരിക്കും മെഡിറ്ററേനിയൻ സീയിലേക്ക് വന്ന് കിടക്കുന്ന ഒരു ഓൾഡ് സിറ്റിയാണ് നീസ്. അപ്പോൾ നീസിന് ഒരു ഓൾഡ് സിറ്റി ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഈ ബീച്ചും ഇതെല്ലാം ആയിട്ടുള്ള ഈ ഒരു ഫ്രഞ്ച് റിവിയറ ഏരിയയുമാണ്. അപ്പോൾ ഇവിടെ നിന്നും വളരെ അടുത്താണ് മൊണാക്കോ, പിന്നെ അതേപോലെ ഇറ്റലി ബോർഡർ, ഇതെല്ലാം അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ഭയങ്കര നല്ലൊരു ടൂറിസ്റ്റ് ഏരിയയുമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നത് ഇവിടുത്തെ ഈ ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ സണ്ണൊക്കെ കൊണ്ട് കിടക്കാൻ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് നീസ്. അതേപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, ഒരുപാട് ഹോം സ്റ്റേയ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നീസിലുണ്ട്. അപ്പോൾ ഇതൊരു രസകരമായ ഒരു യാത്രയാണ് നീസിലൂടെ. കാര്യം നമ്മൾ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പാരീസാണ് ഓർക്കുക. പാരീസുമായിട്ട് യാതൊരു വിധത്തിലുള്ള സിമിലാരിറ്റി ഇല്ലാത്ത ഒരു നഗരമാണ് നീസ്. ഫ്രഞ്ച് റിവിയറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും ബീച്ചും മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ ഒരു മല പോലെയാണ്. അപ്പോൾ ഒരു ഉയരത്തിൽ കുറേ കെട്ടിടങ്ങളും മലയിൽ കെട്ടിടങ്ങളും, ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സൈഡിൽ സീയും. അപ്പോൾ അങ്ങനെ മലയും സീയുമായിട്ടുള്ള ഒരു ഏരിയയാണ് നീസിലുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി വരുന്നത്. എന്നാൽ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ അതേപോലെ ആ നടന്നു പോകുന്ന ഏരിയയിലെല്ലാം ഒരുപാട് കഫേസ് ഉണ്ട്. പകലാണെങ്കിൽ അവിടെ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിട്ടാണ് ആളുകൾ ഇതെല്ലാം കാണാനും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ മൊണാക്കോ എന്നുള്ള ആ ഭയങ്കര കാശുകാരുടെ നാടാണ്. അത് വളരെ അടുത്താണ്, 13 കിലോമീറ്റർ പോയാൽ മതി. അപ്പം അവിടേക്ക് വരുന്ന ആളുകളും നീസാണ് അവരുടെ ബേസ് ആക്കുന്നത്. നീസിലെ എയർപോർട്ടാണ് മൊണാക്കോയിലേക്ക് പോകുന്ന ആളുകൾക്കുള്ള എയർപോർട്ട്. കാര്യം മൊണാക്കോയ്ക്ക് എയർപോർട്ടില്ല. അപ്പോൾ അവരെല്ലാവരും തന്നെ നീസിലേക്കാണ് പ്രൈവറ്റ് ജെറ്റിലൊക്കെ വരുന്നത്. ശരിക്കും കുറച്ച് ബില്ലനേഴ്സ് എപ്പോഴും നീസിലും കാണുമായിരിക്കും. നമ്മൾ അറിയുന്നുണ്ടാവില്ല. ഇതിലേക്കൂടെ നടന്നു പോകുന്ന ആളുകൾ പലരും ചിലപ്പോൾ റോയൽ ആളുകളുണ്ടാകാം, ഭയങ്കര ബില്ലനേഴ്സ് ഉണ്ടാകാം ഈ പ്രൊമനേഡിലൂടെ പോകുന്നത്. ഞങ്ങളിതിലെ നടന്നു പോയ കൂട്ടത്തിൽ അങ്ങനെ ഒരു റോയൽ ഒരു പ്രായമുള്ള ഒരു കപ്പിളിനെ കണ്ടായിരുന്നു. അത് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്കത് കാണാം ഇതിനകത്ത്. നമ്മളിവിടെ ഒരു ഈവനിങ്ങിലും വന്നായിരുന്നു, അതേപോലെ നെക്സ്റ്റ് ഡേ മോർണിംഗിലും വന്നായിരുന്നു. അപ്പോൾ ഈവനിങ്ങിലെ കാഴ്ചയും മോർണിംഗിലെ കാഴ്ചയും രണ്ട് രീതിയിലാണ്. പക്ഷെ രണ്ടും നല്ല രസം തന്നെയാണ് കാണാനായിട്ട്. ആ ഒരു പകലത്ത് ആ സൺലൈറ്റിൽ കാണുന്നതും രസമാണ്, അതേപോലെ ഈവനിങ്ങിൽ ആ സൺസെറ്റിൽ കാണുന്നതും നല്ല രസമാണ് നീസ്. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പാരാസൈലിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം കുറേ ആളുകളൊക്കെ അതൊക്കെ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. കുറേ ആളുകളൊക്കെ ഇങ്ങനെ സൺബേത്ത് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മളൊരു റോയൽ കപ്പിളിനെ കണ്ടു എന്ന്. ഇവർ രണ്ടുപേരുമാണ്. സാധാരണ ആളുകൾ പോകുന്ന പോലെയാണ് അവർ പോകുന്നത്. പക്ഷേ ചുറ്റും മിലിറ്ററി ഉണ്ട്. തോക്കൊക്കെ ആയിട്ട് മിലിറ്ററി അവരുടെ സൈഡിലെല്ലാം നടന്നു പോകുന്നുണ്ട്. അവർ നമ്മളെയൊക്കെ നോക്കിയപ്പോൾ അവർ ചിരിച്ചൊക്കെ കാണിച്ച് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ബീച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് പെബിൾസ് ആണ്, ഇത് സാൻഡ് അല്ല, പെബിൾ ബീച്ചാണിത്. അപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സൺബേത്ത് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചിലരൊക്കെ ഇതിനിടയിൽ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടായിരുന്നു, പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഷൂട്ട്, അതേപോലെ വെഡ്ഡിങ് ഷൂട്ട്, ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്.
ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ സിറ്റിയിലടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അത് ഈസി ജെറ്റോ മറ്റോ ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് പ്രൈവറ്റ് ജെറ്റുകൾ ഇവിടേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ബേസ് ഈ നീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഫ്രാൻസിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് നീസിലൊക്കെ കുറച്ചും കൂടെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ അതാ ഒരു ബീച്ച് സൈഡും ഒക്കെ ആയതുകൊണ്ട്. പക്ഷേ ഇത് ഒരു സെപ്റ്റംബർ എൻഡ് ഒക്ടോബർ ആദ്യമൊക്കെ ആയിരുന്നതുകൊണ്ട് സൺഷൈൻ നന്നായിട്ടുണ്ടായിരുന്നു താനും, എന്നാൽ അത്രയ്ക്ക് ആ ഒരു വെയിലിൻ്റെ ചൂടുമില്ലായിരുന്നു. അപ്പം നല്ലതായിരുന്നു ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ അതാ ഒരു ടോയ് ട്രെയിൻ പോലെ പോകുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സൈറ്റ് സീയിങ് ട്രെയിനാണ്. അപ്പോൾ ഇത് കയറിയിരുന്നാൽ ഇവർ റൗണ്ടൊക്കെ അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അതും ഒരു നല്ല രസമാണ്. ഇതിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് കുറച്ച് നടക്കാതെ വരാമല്ലോ. അപ്പോൾ ഇതാ ഇവിടെ നീ കാണുന്നത് ഒരു കുന്ന് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് പോയാൽ ഈ റിവിയേറ മുഴുവനായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിൽ കയറിയാൽ മുകളിൽ പോകാൻ പറ്റും. അതല്ല നടന്ന് കയറാനാണെങ്കിൽ നടന്ന് കയറിയാലും അതിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ഈ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഒരുപാട് അങ്ങനെയുള്ള വ്യൂ പോയിൻറ്റ്സും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഒരല്പം ഉയർന്ന ഒരു സ്ഥലത്താണ്. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഒരു സീയുടെ ഷേപ്പിൽ ഈ ബീച്ച് ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കാണാം. അതിൻ്റെ സൈഡിലെല്ലാം കെട്ടിടങ്ങളുമായിട്ട്. ഇത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിയെങ്ങാണ്ട് അടുപ്പിച്ചാണ്. ആളുകളെല്ലാം എന്താ ഇങ്ങനെ സൺബേത്ത് ചെയ്ത് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അവർക്ക് ആ ഒരു ചൂടും ആ സണ്ണും ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ, പ്രത്യേകിച്ച് യൂറോപ്യൻസിന്. ഇവിടെ നിന്നാണ് ഇങ്ങനെ മുകളിലേക്ക് കയറാൻ പറ്റുന്നത്. ആ കാണുന്ന എൻട്രൻസിൻ്റെ ഒരു ഏരിയയിൽ ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിയാൽ നമുക്ക് നേരെ മുകളിൽ പോകാം. അതല്ലെങ്കിൽ ആ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അതിങ്ങനെ വളഞ്ഞ് നടന്ന് മുകളിലെത്താം. അതും നല്ലൊരു കാഴ്ചയാണ്. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം പഴയ കെട്ടിടങ്ങളാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ആ ഒരു ഓൾഡ് ചാം നിലനിർത്തിക്കൊണ്ട് അവരതിനെയൊക്കെ ഇങ്ങനെ റിനോവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നീസിൻ്റെ ആ ഒരു ഭംഗിയും. ആ മെഡിറ്ററേനിയൻ സീയും പഴയ കെട്ടിടങ്ങളും ഒരു ഓൾഡ് ടൗണും എല്ലാം കൂടെയുള്ള ഒരു സ്ഥലമാണ് നീസ്. ഇപ്പം ഫ്രാൻസിൽ വന്നു കഴിഞ്ഞാൽ പലരും പാരീസ് കണ്ടിട്ട് പോയി കളയും. പക്ഷേ അതിൻ്റെ ഒരു സൗത്ത് ഈസ്റ്റിൽ ഇങ്ങനെയുള്ള ഒരു ഫ്രഞ്ച് റിവിയേറയുണ്ട്. അതൊരു നല്ല കാഴ്ചയാണ്. അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയാൽ പാരീസ് മാത്രം ആക്കരുത്, ഇവിടെയും കൂടെ വന്നിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നീസിൻ്റെ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാ ഒരു ഫ്രഞ്ച് റിവിയേറയായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. എല്ലാത്തിനും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.